വീണ്ടും വന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം കൃപയും കരുണയും ഉള്ളവൻ, മഹാദയും ദീർഘക്ഷമയും ഉള്ളവൻ, മനസ്സലിയുന്ന നല്ല കർത്താവ്. ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ ദിവസവും അടുത്തു വരുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവികമായിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് ഒരു ദിവസം കൂടി ദൈവം ദാനമായി തന്നിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ പുതിയതാകുന്നു. അപ്പോൾ ഇന്നലെ വരെ കണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നാം ഇന്നലെ വരെ ദൈവത്തെ അറിഞ്ഞതുപോലെയല്ല, ദൈവത്തെ നമ്മൾ രുചിച്ചറിഞ്ഞതുപോലെയല്ല ഇന്ന് നാം അനുഭവിക്കുവാൻ പോകുന്നത്. ഇന്ന് ദൈവികമായിരിക്കുന്നൊരു പ്രത്യേകമായിരിക്കുന്നൊരു ഫേവർ നമ്മിലേക്ക് വരുവാൻ, ദൈവപ്രസാദം നമ്മിലേക്ക് വരുവാൻ, കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാൻ ഇന്നത്തെ ദിവസവും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ആ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ ദാനമായിരിക്കുന്ന നമ്മുടെ ജീവിതം എല്ലാറ്റിൻ്റെയും മഹത്വം കർത്താവിന് കൊടുക്കുവാനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന സിയോനിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നു എന്ന്, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയും അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സ്വർഗം ഞങ്ങളെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുകയാലേ സ്തോത്രം. കർത്താവ്, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന പല തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് പലപ്പോഴും ദൈവമുഖം ദൈവമേ വേണ്ടുന്ന രീതിയിൽ അന്വേഷിക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായി ദൈവമേ ദാഹമുള്ള ഹൃദയത്തോട് കൂടി ആയിരിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാറില്ല. ഈ ലോകത്തിൻ്റെ തിരക്കുകൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പല ഇൻപങ്ങൾ ഞങ്ങളുടെ കണ്ണിനെയും ചെവിയെയും വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവെ, മനഃപൂർവ്വമായി ഞങ്ങളുടെ സമയങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കി കർത്താവെ, ഈ ഭൂമിയുടേതായിരിക്കുന്ന എല്ലാ ദൈവമേ ദുഷ്ടതകളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് ദൈവമേ ഒഴിഞ്ഞിരിക്കുവാൻ, നല്ല ദൈവമക്കളായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, എല്ലാ അത്യാവശ്യങ്ങളുമായി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ വണ്ണം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പറയുന്നത് പോലെ കർത്താവേ, ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ സ്വന്തം പുത്രനായിരിക്കുന്ന കർത്താവായി യേശുവിനെ താണി ഭൂമിയിൽ വരുവാനായി ദൈവമേ അങ്ങ് ഏൽപ്പിച്ചു തന്നു. കർത്താവേ, അവിടുന്ന് കർത്താവിനെ ഏൽപ്പിച്ചു തരുമ്പോൾ സകലതും ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിനായി നന്ദി. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ഞങ്ങൾക്ക് തരുമെന്ന് അല്ലെങ്കിൽ കിട്ടുമെന്ന്, സകലതും ഞങ്ങൾക്ക് കിട്ടുമെന്ന് വചനത്തിൽ അവിടുന്ന് പറയുന്ന പച്ച. പലപ്പോഴും ഞങ്ങൾക്ക് ആകുലതകളാണ്, ഞങ്ങൾക്ക് ചിന്താകുലങ്ങളാണ് കർത്താവെ, ആശങ്കകളും ടെൻഷനുമാണ്. നാളെ എന്താകും, ഇന്ന് എന്താകുമെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ആകുലതയാണ് കർത്താവെ. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾ ചെയ്യുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ഭാരത്തെ, എല്ലാ ഞെരുക്കങ്ങളെ, എല്ലാ ബുദ്ധിമുട്ടുകളെ ദൈവമേ, എല്ലാ പ്രതിസന്ധികളെ മറികടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്ന പച്ച. പരിശുദ്ധാത്മാവില്ലാതെ, പരിശുദ്ധാത്മാവെന്നൊരു സഹായകനില്ലാതെ ഞങ്ങൾക്കൊരിക്കലും മുന്നിലേക്ക് പോകുവാനായി കഴിയുകയില്ല പച്ച. അതുകൊണ്ട് കർത്താവെ, ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പകരണമേ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് അടുത്തു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു 5 ലൂക്കോസിനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ദൈവമേ നായകത്വം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. പലരും കർത്താവെ, അവർക്ക് മുകളിൽ നിയന്ത്രണങ്ങൾ, പല കൈകടത്തലുകൾ നടക്കുമ്പോൾ ദൈവമേ, മാറ്റിവെക്കേണ്ടുന്ന വ്യക്തികളെ പലതിനെയും മാറ്റിവെച്ച് കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ആ കുടുംബത്തെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരെ കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ മറയ്ക്കുന്നവർ എത്ര കുഞ്ഞുങ്ങളാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും കർത്താവെ, കുടുംബസ്ഥരായവരാണോ, ദൈവമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണോ, ജോലി അന്വേഷിക്കുന്നവരാണോ, വിവാഹം കഴിഞ്ഞവരോ കഴിയാത്തവരോ ആരാണെങ്കിലും കർത്താവെ, ദൈവമേ അവിടെ നിന്ന് ഞങ്ങളുടെ തലമുറകളെ മറയ്ക്കണമേ. അവരുടെ വായിൽ അവിടുത്തെ വചനത്തെ കൊടുക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന്
കൊടുക്കണമേ അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവരാജ്യത്തിൽ ദൈവമേ ഉന്നത നിലവാരങ്ങളിലെത്തുവാൻ, ദൈവരാജ്യത്തിന് ഓഹരിക്കാരാകുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ കർത്താവെ അവർ അധ്വാനിക്കുന്നവരാകുവാൻ, പ്രാർത്ഥിക്കുന്ന മക്കളാകുവാൻ, കൊടുക്കുന്നവരാകുവാൻ, വചനം പറയുന്നവരാകുവാൻ, ദൈവത്തെ ആരാധിക്കുന്നവരാകുവാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. ഒരു കുഞ്ഞു പോലും കർത്താവെ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇടവരുത്തരുതേ. ഇന്ന് ദൈവമേ ആരെങ്കിലും ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും വഴികളിൽ നടക്കുന്നുവെങ്കിൽ ഒരു മാനസാന്തര അനുഭവം, ഒരു മടങ്ങി വരവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ശാരീരികമായിരിക്കുന്ന എല്ലാ ബലഹീനതകളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ. അവരുടെ പഠനം സംബന്ധിച്ച് അവർ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലും പരിശുദ്ധാത്മാവ് അവർക്ക് തുണ നിൽക്കണമേ. ദൂതന്മാർ അവർക്ക് കാവൽ നിൽക്കണമേ. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ നിന്ന് ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാവും പകലും ദൈവത്തിൻ്റെ കാവൽ അവർക്കുണ്ടായിരിക്കണമേ അപ്പച്ച. യേശുവിൻ നാമത്തിൽ അവർ ചെയ്യുന്ന അവരുടെ കരങ്ങളുടെ പ്രവൃത്തി അവിടുന്ന് സാധ്യമാക്കണമേ. ദൈവമേ, അതിനായി ദൈവപ്രസാദം അവരോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ദൈവമേ, രാവും പകലും കർത്താവ് തന്നെ അവർക്ക് തുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നോട്ടുള്ള അവരുടെ യാത്രയിൽ കർത്താവ് തന്നെ കരം പിടിച്ച് നടത്തണമേ. വീണു പോകുവാനിട വരുത്തരുതേ. കർത്താവെ, യഹോവയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് അപ്പാ, അവിടുത്തെ മുഖത്തേക്ക് നോക്കി വരുന്ന ഈ പ്രിയപ്പെട്ടവരാരും ലജ്ജിതരാകുവാൻ അനുവദിക്കാതെ വണ്ണം ദേശത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയുടേതായ ഒരു ഉയർച്ച അവരിൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവരെ മാനിച്ചുയർത്തണമേ കർത്താവെ. തൃപ്തി വരുത്തുന്ന ഒരു ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇന്ന് പകൽക്കാലവും ഓരോ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സമയത്തെക്കുറിച്ചൊരു 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടുന്ന നാഴിക വന്നിരിക്കുന്നു, രക്ഷ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു, രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സമയത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വാണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ടോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു. ആ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം നാം വായിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യ ഭാഗങ്ങളിൽ മാനുഷികമായിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. തുടർന്ന് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ സഭയിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് സമയത്തെക്കുറിച്ച് ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ്? ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പല കാര്യങ്ങൾ നമ്മൾ രാത്രിയല്ലാണ് നാം ഉറങ്ങുന്നത്, പകലാകുമ്പോൾ നാം ഉണരണം. ഇരുട്ടുള്ള സമയത്താണ് നാം ഉറങ്ങുന്നത്, വെളിച്ചം വരുമ്പോൾ നാം ഉണർന്നെഴുന്നേൽക്കണം. പിന്നെയും പറയുന്നു, രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഏത് സമയത്താണ് നമുക്കൊരു രക്ഷ ആവശ്യം? പ്രശ്നങ്ങളിൽ കുരുങ്ങി മുന്നിലേക്ക് വഴി അറിയാതെ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് നമുക്കൊരു രക്ഷ ആവശ്യം. അതുകൊണ്ട് രക്ഷ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. പിന്നെയും പറയുന്നത് എന്താണ്? രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും പ്രതീക്ഷയുടേതായിരിക്കുന്ന ഒരു വാക്യം. രാത്രി എപ്പോഴും ഇരുട്ടാണ് പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളിൽ ഇരുട്ടിൽ തപ്പുന്നത് പോലെ മുന്നിലേക്ക് കാലുവയ്ക്കാൻ, ഇരുട്ടിൽ നമുക്ക് ഒന്നും വ്യക്തമായി കാണുവാൻ കഴിയുകയില്ല. നമ്മുടെ ചുറ്റും എന്താണുള്ളതെന്ന് നമുക്ക് അറിയുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റേതായിരിക്കുന്ന വെളിച്ചങ്ങളില്ല എങ്കിൽ രാത്രി അത് പലപ്പോഴും ദുഷ്ടൻ പ്രബലനാകുന്നൊരു സമയമാണ്. ആ രാത്രിയുടെ സമയങ്ങളിൽ ദൈവം മനുഷ്യർക്ക് ഉറങ്ങുവാനും കാട്ടുമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന സമയമാണ് രാത്രി. കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്നത് രാത്രിയിലാണ്. പിടിച്ചു പറിക്കുന്നതും ഇരുട്ടിൻ്റെ മറവിലാണ്. അതുപോലെ തന്നെ മദ്യപാനം പോലുള്ള, മയക്കുമരുന്നുകൾ പോലുള്ള സാത്താന്യമായിരിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതും ഇരുട്ടിൻ്റെ സമയത്തിലാണ്. ഇവിടെ പറയുന്നു, രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു. പ്രത്യാശയുടെ വചനം ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇരുട്ടിൻ്റേതായിരിക്കുന്ന അവസ്ഥകളിൽ കൂടിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇതുപോലെ മദ്യപാനത്തിലും അല്ലെങ്കിൽ കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന അനുഭവത്തിലും കാട്ടുമൃഗങ്ങൾ പലതും നമ്മെ ഉപദ്രവിക്കുന്നത് പോലുള്ള അവസ്ഥകളിലും ഒക്കെ ആയിരിക്കുന്നു എങ്കിൽ ഇവിടെ പറയുന്നു, അത് കഴിയാറായി, രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു, ഉണരാനുള്ള സമയമായി, നാം വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാനുള്ള സമയമായി. പ്രാർത്ഥിച്ചൊരുങ്ങുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇതുവരെയും കടന്നു പോയിരുന്ന ആ തകർച്ചയുടെ, നിരാശയുടെ, ആ പ്രശ്നത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുവാനുള്ള സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. തളർന്നു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ. പ്രത്യാശയോടുകൂടി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കാരണം നാം ഒരു പകലിലേക്ക് എണീക്കുവാൻ പോകുകയാണ്.
അല്ലെങ്കിൽ രക്ഷയിലേക്ക് നാം അടുത്തു വരുവാൻ പോകുകയാണ്, അല്ലെങ്കിൽ രക്ഷ നമുക്ക് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നു. ആ വാക്യത്തിലെ 3 സമയങ്ങളും അതിലുള്ള 3 പ്രത്യാശയുടെ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.